ഹായ്, നമുക്കിന്നൊരു ഗ്രാനി സ്ക്വയർ വീഡിയോ ചെയ്യാവേ. ഇതൊരു ചെറിയ ഗ്രാനി സ്ക്വയറാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3.5 ഹുക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കളറിലുള്ള യാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മാജിക് സർക്കിൾ ഇടുക. അതിന് ശേഷം 3 ചെയിൻ കൊടുക്കുകയാണ്. 2 3 എന്നിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്യുവാണ്. ഇനി 2 ചെയിൻ കൊടുക്കുക. ഇനി ഒരു ഡബിൾ ക്രോഷേ, 2 ചെയിൻ കൊടുത്തതിന് ശേഷം വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യണേ. ഇനി ഒരു ഡബിൾ ക്രോഷേ കൂടെ. ഇനി 3 ചെയിൻ ഇടും, 2 ചെയിനിന് കൊടുക്കാം. വീണ്ടും 3 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യണം. ഓരോന്നിലും 3 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇത് 2 ചെയിൻ ഇടുന്നു, പിന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യുന്നു, വീണ്ടും 2 ചെയിൻ ഇടുവാണ്. ഇത് ലാസ്റ്റാണ്. വീണ്ടും 3 ഡബിൾ ക്രോഷേ എടുക്കുവാണ്. 1 2 3. ഇനി ഇവിടെ മൂന്നാമത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല, അതിൻ്റെ മൂന്നാമത്തെ അറ്റാച്ച് ചെയ്യുന്നു. 2 3. ഇവിടെ നമ്മൾ സാധാരണ അറ്റാച്ച് ചെയ്യത്തില്ലേ, അതുപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇത് വലിച്ച് താഴോട്ട് നല്ല ശക്തിക്ക് നല്ല മുറുക്കി വലിക്കണേ. ഓക്കെ, അപ്പോൾ ആ ഹോള് അടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ചെയിൻ കൂടെ കൊടുക്കുക. 2. അതിന് ശേഷം നമ്മൾ ചെയിൻ ഇട്ടല്ലേ ചെയ്തത്, ആ ചെയിനിലോട്ട്, അതായത് 1 2 3 4 ഉണ്ട്, കാണുന്നുണ്ടോ? 1 2 3 4. നമ്മൾ 2 ചെയിൻ ഇട്ട് ചെയ്തില്ലേ ഫസ്റ്റ്, അതല്ല, വീണ്ടും അതിലാണ് ചെയ്യുന്നത്.
ആദ്യം 2 ചെയിൻ ഇട്ടു, എന്നിട്ട് അതിലൊരു ഡബിൾ ക്രോഷേ, വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് വീണ്ടും മൂന്നാമത്തത് ചെയ്യുക. അപ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്തു. എന്നിട്ട് ഇനി 2 ചെയിൻ ഇട്ട് നമ്മൾ ആദ്യം 3 ഡബിൾ ക്രോഷേ ചെയ്തില്ലേ, ആ ഹോളിൽ കൂടെ തന്നെ വീണ്ടും 3 എണ്ണം കൂടെ ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി 2 ചെയിൻ കൂടെ ചെയ്തിട്ട് അടുത്ത് നെക്സ്റ്റ് വേറൊരെണ്ണം ചെയ്തില്ലേ, അടുത്തുള്ളൊരു ഹോളുണ്ട്, അതിലോട്ട് ആദ്യം 3 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ കൊടുക്കുക. വീണ്ടും 2 ചെയിൻ ചെയ്തു. എന്നിട്ട് വീണ്ടും അതേ ഹോളിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യണം കേട്ടോ. 1 2 3 ഇനി 2 ചെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഈ ഹോളാണ്, ഇതിനെ കൂടെ ചെയ്യുക. 2 ഇതുപോലെ ഓരോ ഹോളിൽ ആദ്യം 3 എണ്ണം ചെയ്തതിന് ശേഷം വീണ്ടും 2 ചെയിൻ ഇടുക, വീണ്ടും 3 എണ്ണം ചെയ്യുക. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ ചെയ്തെടുക്കുക. നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണേ. 1 2 3 മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അറ്റാച്ച് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അറ്റാച്ച് ചെയ്തു. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ തിരിച്ച് വെച്ച് 1 2 ചെയിൻ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ഹോളില്ലേ, ഈ ഹോള് കണ്ടോ, നമ്മൾ ഈ ഹോളില്ലേ, നമ്മൾ ഇവിടെ, കേട്ടോ, തെറ്റിപ്പോയതാ, 2 ചെയിൻ കൊടുത്തിട്ട് നമ്മുടെ ഈ വലിയ ഹോളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 3. അപ്പോൾ ആ വലിയ ഹോളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തു. അടുത്ത് 2 ചെയിൻ ഇടുന്നു. അത് കഴിഞ്ഞ് ഈ കോർണറിലെ ഹോളില്ലേ, അതിലോട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആദ്യം 3 ഡബിൾ ക്രോഷേ ചെയ്യും. 2 ഇനി ഒരെണ്ണം കൂടെ 3 ഈ കോർണറിലെ ഹോളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തു. എന്നിട്ട്
2 ചെയിൻ ഇടുന്നു. വീണ്ടും ആ കോർണറിൽ നമ്മൾ ചെയ്ത ഹോളിൽ തന്നെ വീണ്ടും 3 എണ്ണം കൂടെ ചെയ്യുവാണ്. 1 2 3. അങ്ങനെ കോർണറിലെ ഹോളിൽ ടോട്ടൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വലിയ ഹോളിലെ കോർണറിൻ്റെ അടുത്ത് വരുന്ന ഹോളിൽ പിന്നെ 3 എണ്ണേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി 2 ചെയിൻ ഇടുന്നു. ഈ വലിയ കോർണറിൻ്റെ ഇപ്പുറത്തുള്ള ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 2 3. കണ്ടോ? 3 ചെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇനി 2 ചെയിൻ ചെയ്ത് അതിൽ തന്നെ 2 എണ്ണം ചെയ്തു. എന്നിട്ട് ഈ കോർണറിൽ വീണ്ടും 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് 3 എണ്ണം ചെയ്തതിന് ശേഷം 1 2 3. ഈ 3 എണ്ണം ചെയ്തിട്ട് 2 ചെയിൻ ചെയ്യുന്നു. വീണ്ടും അതിൽ തന്നെ 1 2 3. അപ്പോൾ ടോട്ടൽ കോർണറിലെ ഹോളിൽ 6 ഡബിൾ ക്രോഷ്യ വരിക. എന്നിട്ട് വീണ്ടും 2 ചെയിൻ ഇടുന്നു. 2 ചെയിൻ ഇടുന്നു. ഈ കോർണറിൻ്റെ അടുത്ത ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. കണ്ടോ? 3. അതിനുശേഷം വീണ്ടും 2 ചെയിൻ കൊടുക്കുന്നു. നമ്മുടെ കോർണറിൽ 6 ചെയിൻ ചെയ്യുന്നു. ആദ്യം 3 ചെയിനല്ല 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ചെയിൻ ചെയ്യുന്നു. വീണ്ടും അതേ കോർണറിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. അടുത്ത് 2 ചെയിൻ ചെയ്യുന്നു. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. 1 2 3. 3 എണ്ണം ചെയ്തു. അങ്ങനെ ടോട്ടൽ 6 ആയി. ഇനി 2 എണ്ണം ചെയിൻ ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വലിയ ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 2 3. ഓക്കെ ആയോ? മനസ്സിലായോ? നെക്സ്റ്റ് നമ്മുടെ ഈ കോർണറിലെ ഹോളില്ലേ അതിൽ 6 എണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. കോർണറിലെ ഹോളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 3ാമത്തെ ചെയിനിൽ അറ്റാച്ച് ചെയ്യാം. 1 2 3. ഓക്കെ, 3ാമത്തെ ചെയിനിൽ നമ്മൾ സാധാരണ എല്ലാം അറ്റാച്ച് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. വ്യത്യാസമൊന്നും വരുന്നില്ല. കണ്ടോ? ഇപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത് ഇത്രയും നമ്മുടെ ഈ നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ പിന്നെ കളറിലെ ആണൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. ഈ വലിയ നമ്മൾ വരുന്ന ഈ ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 2 ചെയിൻ ഇടുന്നു. കോർണറിൽ ആദ്യം 3 ചെയ്യുന്നു. പിന്നെ 2 ചെയിൻ ഇട്ട് അതേ കോർണറിൽ 3 എണ്ണം കൂടെ ചെയ്യുന്നു. അപ്പോൾ ഓരോ കോർണറിലും ടോട്ടൽ 6 ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇത് വെച്ചിട്ട് ബാഗ്, അങ്ങനെ കുഷ്യൻ കവർ, അങ്ങനെ പല ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.